ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള ഉപ്പുമാവാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ചില നാടൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഉപ്പുമാവ് ചെയ്തിട്ട് ശരിയായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട റവ ഒന്ന് വറുത്തെടുക്കണം. ഇത് 1 കപ്പ് റവ ഉണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം റവ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 4 മിനിറ്റ് സമയം തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇളക്കി റോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. റോസ്റ്റ് ചെയ്ത റവ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്നത് റോസ്റ്റ് ചെയ്ത റവ ആണെങ്കിലും ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്യണം. ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഉപ്പുമാവിന് നല്ല സോഫ്റ്റും അതുപോലെ പെർഫെക്ഷനൊക്കെ കിട്ടുക. ഇതിൻ്റെ കളറ് മാറി ബ്രൗൺ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പാൻ നല്ല ചൂടുള്ളത് കൊണ്ട് ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. പാൻ ചൂടായി വരുമ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് 3 വറ്റൽ മുളക് കഷ്ണങ്ങളാക്കിയത്, 2 അല്ലി കറിവേപ്പില, അതുപോലെ തന്നെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് സമയം ഇളക്കി വേവിക്കുക. ഇനി നമുക്കിതിലേക്ക് വളരെ ചെറിയ സൈസുള്ള ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഏകദേശം 2 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വേവിക്കണം. സ്പൂണ് ടേബിൾ സ്പൂണും ടീസ്പൂണും ഉണ്ട്, 2 തമ്മിൽ മാറിപ്പോരുത്. സവോള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വാടി വന്നാൽ മതി. അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അഥവാ നിങ്ങളടുത്ത് തേങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ചേർത്ത് കൊടുത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് സമയം ഇളക്കി വേവിച്ചിട്ട് ഇതിലേക്ക് 1.25 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമ്മൾ മുമ്പ് ചേർത്ത 3/4 ടീസ്പൂൺ ഉപ്പ് കറക്റ്റായിരിക്കും. നിങ്ങൾക്ക് ഉപ്പുമാവ് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടുതൽ ചേർക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കുറച്ചെടുത്താൽ മതി. എന്തായാലും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ ഇതേ അളവിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് കൂടിപ്പോരുത്. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ റവ ചേർക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര എടുത്ത് മാറ്റി വെക്കണം. എന്നാലേ അവസാനം റവ ചേർത്ത് വേഗത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചേർക്കാൻ കഴിയുള്ളൂ. എല്ലാം ഒന്ന് ബാലൻസായി നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അതുകൊണ്ട് ഉപ്പുമാവിന് പ്രത്യേകിച്ചിട്ട് മധുരമൊന്നും കൂടില്ല. ഇത് സ്കിപ്പ് ചെയ്യരുത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് റവ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേഗത്തിൽ മിക്സ് ചെയ്യണം. എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഉപ്പുമാവ് കട്ട പിടിക്കും. റവ എല്ലാം തന്നെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവണം. മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. റവ ഫുള്ളായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് 1 മിനിറ്റ് സമയം മാത്രം വേവിക്കുക. തീ കൂട്ടി വെക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ സമയം വേവിച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 8 മിനിറ്റ് സമയം കൂടി ഇങ്ങനെ വെക്കുക. മൂടി തുറക്കരുത്. ഇങ്ങനെ അടച്ച് വേവിക്കുമ്പോഴാണ് ഉപ്പുമാവിന് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. വീണ്ടും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള വളരെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 2 കറികൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.